കളവറിച്ചോട്ടല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ഈവനിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ നമ്മൾ സൺഡേ സ്പെൻഡ് ചെയ്യലെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് നമ്മൾ ഗ്രീൻ പീസ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ എഗ്ഗ് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മളെ ഈവനിങ്. പിന്നെ ഇക്ക നട്ട്സും കാര്യങ്ങളൊക്കെ ഈവനിങ് കഴിക്കാറുണ്ട്. ഇക്ക ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് സാലഡൊക്കെ കൂട്ടിയിട്ടാണ് ഇക്ക കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു തമാശയും നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു തമാശയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലെ എല്ലാവരും ഞാൻ ഉപ്പുമാവ് എങ്ങനെയുണ്ട്? ഗ്രീൻ പീസ് അടിപൊളിയാ. ഇനി എന്താ വൈകുന്നേരം എന്താ പരിപാടി? മറ്റേ വെണ്ടക്ക ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. കഴിഞ്ഞ് രാത്രി എടുക്കാൻ പോകാം നമുക്ക്. വന്നില്ല. ഇത് എന്നാറേ തോട്ടത്ത് കൊണ്ട് കുഴിച്ചിടാനാവുക? ഇത് എന്താ കുഴിച്ചിടാത്ത? കുഴിച്ചിടണം, കുറച്ച് കാടിട്ടുണ്ട്. ഇത് ഏകദേശമൊക്കെ കരിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടോ? നമ്മൾ വീട്ടിലെല്ലാവരും നിൽക്കുന്ന ടൈമിലും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് മാക്സിമം എൻജോയ് ചെയ്യൽ. നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ടൈം ഓരോ കാര്യങ്ങളും മാക്സിമം അതൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ അന്നത്തെ ദിവസം കളർഫുൾ ആക്കൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെടിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്ക ആ ഒരു ഭാഗത്ത് നനച്ച് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ നമുക്ക് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈഫിലുള്ള ഓരോ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഉണ്ട്. ഒന്നുകൂടി ലാസ്റ്റ് ഒറ്റ തട്ട് കൊടുത്തട്ടി. അയ്യോ, നിങ്ങളുണ്ടാവും കളിക്കുക. നിങ്ങൾ കളിക്കുക. ഏതാ തട്ട്? മഴ നനച്ചോളാം. എങ്ങനെ ഓ പഠിച്ചോളും, ചെറിയ കുട്ടിയല്ലേ, കർഷകനല്ലേ, കളവറിച്ചോട്ടല്ലേ. അപ്പോൾ ഇവിടെ വാശിയേറിയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കളിച്ചോളി. അമ്മമ്മക്ക് തട്ടി കൊടുക്കേ, തട്ടി കൊടുക്കുഞ്ഞ അമ്മമ്മ വെയിറ്റ് ചെയ്യണേ. വാശിയേറിയ മത്സരം സ്റ്റാർട്ട് ചെയ്യണ. റെഡി, 1 2 3. ഓ, വാശിയേറിയ മത്സരം. പേരക്കുട്ടികൾ മമ്മി. അല്ല, എന്റെ മുഖം ഒന്ന് പഠിച്ചു പൊട്ടിച്ചില്ലേ. എനിക്ക് ഈ കുന്തൊന്നും അറിയില്ല. എന്റെ കുട്ടി ചെടി എനിക്ക് സഹായിച്ചു തരാം. പപ്പ ഒരു സ്ഥലത്തുനിന്ന് വരുന്നേ, മകൻ ഇതാ ഇവിടെ ഒരു തലക്കില്. അതാ ടിക്ക ഒന്നുകൂടി എളുപ്പം. ഇങ്ങനെ കൊണ്ട് പാരണം. അതൊരു മേന്റെ കുട്ടി ഇതാ നല്ല കുട്ടിയെന്ന് നനക്കണേ. ഇന്നെന്താ വാങ്ങി തരണ്ടേ അസുവിനെ നനക്കുന്നേനെ?
ന്യൂട്രല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതാ അധികം ഒരു കുട്ടി, എന്തൊരു കുട്ടി, നല്ല കുട്ടിയായിട്ട് നനയ്ക്കുന്ന നോക്ക്. അപ്പോൾ ഇതാ ഇക്ക ഒരു വിധമൊക്കെ നനച്ചിട്ടുണ്ട്. ഞാനും ആ ഭാഗമൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഹസുകുട്ടി ഇതാ ഇവിടെ താഴത്തൊക്കെ നനയ്ക്കുന്നില്ലേ. ഓന് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പൻ്റെ കൂടെ ഇങ്ങനെ ഓരോ പണി എടുക്കുന്നില്ല ഹസുവാ. ഇവിടെ ആയ കളി ആർക്കാ നല്ല വിജയം ശതമാനം? മമ്മാനാ? ഓനെ എന്നെ ഫുള്ള് സഹായിച്ചിട്ടിക്ക. പപ്പനെ ചോദിച്ചു വന്ന അടുത്ത പണി ചോദിച്ചാണ്. എന്താ അടുത്ത പണി? ഇനിയും കൊറേ പണിയുണ്ടോ? എന്നെക്കാട്ടിലും നല്ല ഫാസ്റ്റ് ആയിട്ട് തട്ടണ ഉമ്മ തന്നെയാണ് കേട്ടോ. ഉമ്മക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ മാതിരിയാണ് ഉമ്മ തട്ടി കളിക്കുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഷട്ടിൽ ബാറ്റിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ടുള്ള ചെറിയൊരു തപ്പിപ്പിടുത്തം എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഉമ്മ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് തട്ടി കൊടുക്കുന്നത്. അത്ര എനിക്ക് കളിക്കാൻ കഴിയണില്ല. ഞാൻ ഓർമ്മ അല്ല, നിങ്ങൾ മൊച്ചിങ്ങ അമ്മാനാടുവോ? എത്ര വെച്ചിട്ട്? ആയിക്കോട്ടെ. ഇല്ലയോ ഒരു മാന്തി വേറെ മങ്ങിനോ ഒരു മാന്തി. ഇവിടെ എന്താ വിളിച്ചിടണേക്കാ? ഇവിടെ ആ ബാഗിലുള്ളോ? അതാ കുഞ്ഞി കൈക്കോട്ട് ഇതാ. ഇങ്ങോട്ട് പോര്. അങ്ങനെ ഇന്ന് കൊത്തിടാൻ പപ്പ ചീത്ത പറയില്ലേ കുഞ്ഞുനെ? പപ്പ ഇന്ന് തന്നെ കൊത്തി ശരിയാക്കി. ആ അങ്ങനെ കൊത്തിക്കോ. പക്ഷെ അവിടുന്ന് മണ്ണ് ഇങ്ങോട്ട് ഇടണ്ട കേട്ടോ. അതാ ഉമ്മാന്റെ പണ്ടത്തെ സംഭവം. എന്താ അമ്മാനാട്ടല്ലേ? അപ്പൊ മൊച്ചിങ്ങ ഇട്ടാത്തോണ്ട് ഇതാ കല്ലോണ്ട് കാണിച്ചു തരും ഉമ്മ. അതാ ആ ആ ആ അമ്മാനമാട്ടം തുടങ്ങി. ക്ഷീണിച്ചവർക്കുള്ള ഗ്രേപ്പ്. എന്ത് വെള്ളാണ് ഹസുവ? മുന്തിരി ഗ്രേപ്പ് ജ്യൂസ്. ഇക്കാക്ക് വേണ്ടേക്കാ? എന്താ സഹായിക്കണത്? വളയിടാനോ? ആഹാ കുറച്ചും കൂടി. എന്താണ് ചാണകം അതിന്റെ ഉള്ളിലേക്ക് ഇരുന്നിട്ട് സ്മെല് ചെയ്ത് നോക്ക. നിങ്ങൾ എന്തൊന്നും വല്ലാതെ സോപ്പിട്ട് എടുക്കണേക്കാ. എന്താ ഇന്നിപ്പോ ഓൻ്റെ നിങ്ങൾ ദിവസമാണല്ലോ അതേക്കാരം. എന്തിനാ വല ഇടുക? കോഴി ചിക്കനേനൊക്കെ അപ്പനെ സഹായിച്ചു കൊടുക്ക്. വല പിടിച്ചു കൊടുക്ക്. തല പിടിച്ചു. ബാക്കോട്ട് ആ ബാക്കോട്ട്. കുറച്ചൊരു ബാക്കോട്ട് പോഞ്ഞോ? അവിടെ നാളാക്ക. പുതിയൊരു ഷർട്ടാണല്ലോ ഇട്ടെ. എന്റെ വകല്ലേ പോയില്ലേക്ക? സുന്ദരനായിടല്ലോ ഷർട്ടൊക്കെ ഇട്ടപ്പോ. ആര് എന്നെ കല്യാണം കഴിച്ച് അന്നൊന്നും ഇത്രല്ലേ? ഇപ്പൊ ഗ്ലാമർ ആയി വരുന്നുണ്ട്. ഗ്ലാമർ കൊണ്ടല്ലേ വന്ന്. അങ്ങനല്ല, കാരണന്മാരായിട്ട് ഭയങ്കര ചെറുകൊല്ലുണ്ട്. ആ ഇങ്ങളല്ലേ? പറ്റും അന്ന് നിങ്ങൾ ഇത്ര ലുക്കില്ലേ ഇനി. പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, ഭയങ്കര ലുക്കായി. എന്താ രഹസ്യം? എടുക്കാൻ പോവാട്ടാ. എന്താ പ്രശ്നം? എന്താ
പോവല്ലേക്കാ തിന്നോ ഈ മമ്മാന്റെ അടുത്തെന്നോ ഇമ്മാനെടുത്തോ ക്യാപ്പിടെ അത് വെറുതെ ഇട്ടതാ. അത് ഞങ്ങള് വെറുതെ ഇട്ടെന്നല്ലേ. ഞങ്ങള് പോയി തരാം കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണ്ടി? ഒന്നും വേണ്ട. ആയിക്കോട്ടെ, ഞങ്ങൾ പോയി തരാം. ബാക്കിലാ ബാക്കില് ബട്ടനാനി ഇത് ബട്ടർ ചിക്കൻ ഡാഡായിക്കോ അല്ല, ഓനൊരു കഷ്ടിട്ടാണ്. എന്താ പർച്ചേസ് ചെയ്യുന്നത്? ഓഫുണ്ടോ? ബെഡ് വാങ്ങിച്ചോളൂ, ചെറുതായിരിക്കും. സ്പൈഡറിന്റെ വണ്ടി അതന്നെ, ചോക്കോസ് തന്നെ. അത് ഷെയ്പ്പും അത് മാറ്റം അതെനിക്ക് വേണ്ടി. ഇവിടെ ഞാൻ ഇതാക്കി തരാം. മതിറ്റോ അതിന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യലാണ്. വാങ്ങിയിട്ട് ഏതാ കാഞ്ഞിര ഒരാളുണ്ടെങ്കിൽ